ഹലോ, നമസ്കാരം. ഞാൻ ഭദ്ര. ഞാൻ ഇന്ന് ഫേസ്ബുക്ക് തുറന്നപ്പോഴാണ് ഒരു നല്ല വാർത്ത കാണുന്നത്. കാരണം നമ്മൾ പാർലമെൻറ്റിൽ പുതിയൊരു നിയമം പാസ്സാക്കാൻ പോകുന്നത്. അതായത് രാഷ്ട്രീയക്കാരായാലും മന്ത്രിയായാലും എം പി ആയാലും MLA ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ ഇനി 1 മാസം ജയിലിൽ കിടന്നാൽ അവർക്ക് അധികാരം പോവും. അങ്ങനെയുള്ള നിയമം പാസ്സാക്കാൻ പോവുകയാണ് പാർലമെൻറ്റ്. നല്ല കാര്യം. അതിപ്പം പാർലമെൻറ്റ് BJP സർക്കാർ പ്രതിപക്ഷത്തിന് മാത്രമായിട്ടാണ് നിയമം എന്നൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. ആരായാലും അതിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ അതിൽ ബാധകമാണ്. പ്രധാനമന്ത്രി തെറ്റ് ചെയ്താലും മുഖ്യമന്ത്രി തെറ്റ് ചെയ്താലും ഈ ബില്ല് ബാധകമാണ്. എന്ന് വെച്ചാൽ കള്ളത്തരം കാണിക്കാതെ, അഴിമതി കാണിക്കാതെ ഇവിടെ രാജ്യം ഭരിക്കണം ആരായാലും. നാളെ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തേക്ക് വരുന്നതെങ്കിലും അവരും അത് തന്നെ ചെയ്യണം. അതാണ് ഈ ബില്ലിൻ്റെ സദുദ്ദേശം. പക്ഷെ അതിനെ നമ്മളെ പ്രതിപക്ഷം എതിർക്കുകയാണ്. വേണുഗോപാൽ പറഞ്ഞേക്കാണ് ഇത് ശക്തമായി എതിർക്കുമെന്ന്. എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു വെക്കുന്ന എന്തുവാ, ഞങ്ങൾ കള്ളത്തരം ചെയ്യും, ഏത് ബില്ല് പാസ്സാക്കിയാലും ഞങ്ങൾ കള്ളത്തരം ചെയ്യും, ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇല്ല, ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. ഏത് പറഞ്ഞാലും ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ ഭരണപക്ഷം എന്ത് ചെയ്താലും അതൊക്കെ ഞങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് വാദിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് നമ്മുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഗതികേടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രതിപക്ഷം ഇന്ത്യക്ക് ഉണ്ടായിപ്പോയതാണ്. ഒരു കാര്യത്തിനും അവർ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കൂല. അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ. ഇപ്പം പറഞ്ഞ് ഭരണപക്ഷം ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരു വിധമായി. അവരെന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ തെറ്റ് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാവൂല. കാരണം എല്ലാത്തിനെയും ഇവരെ എതിർക്കുവാണ്. പണ്ടൊരുക്കെ ശശി തരൂർ ഇത് പറഞ്ഞു കേട്ടോ, നിങ്ങൾ എല്ലാത്തിനെയും കയറി ഇതുപോലെ എതിർത്താൽ ഒടുവിൽ അവർ നമ്മൾ പറയുന്നതൊന്നും ജനങ്ങൾ വിശ്വസിക്കാതെ വരും എന്നൊരുക്കെ ശശി തരൂർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. മോദി ചെയ്യുന്ന എല്ലാം നിങ്ങൾ അങ്ങ് എതിർക്കരുത്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കരുത്, അങ്ങനെ എതിർത്താൽ നമ്മളെ ജനങ്ങൾ വെറുക്കും എന്ന് അദ്ദേഹം ഒരിക്കലും. ഇങ്ങനെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻസുകൾ ഞാൻ വായിച്ചു കേട്ടോ. ഒരു 90% പേരും ഈ വേണുഗോപാലിനെയും കോൺഗ്രസ് പാർട്ടിയെയും വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുകയാണ്. കാരണം ഇത് പ്രതിപക്ഷത്തിന് മാത്രമായിട്ടാണെന്നല്ല ബില്ല് പറയുന്നത്. ഏത് MLA MP മന്ത്രി മുഖ്യമന്ത്രി ആരായാലും ഈ നിയമം ബാധകമാണ് എന്നാണ്. അപ്പൊ എന്തിനാണ് ഇവരെതിർക്കുന്നത്? എന്തിനാണ് ഈ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്? അപ്പൊ നമ്മൾ കള്ളന്മാരാണ്, ഞങ്ങൾ കള്ളം ചെയ്യും എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു വെക്കുകയാണ് ഇവര്. അവര് തന്നെ അവരുടെ കുഴി തോണ്ടിക്കൊണ്ട്. ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു പ്രതിപക്ഷം ആണല്ലോ ഈ നമ്മുടെ രാജ്യത്തുള്ളതെന്ന് ഓർക്കുമ്പം തന്നെ സാധാരണക്കാരിയായി എനിക്ക് പോലും അതൊരു ഇറിറ്റേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ബില്ലാണ്. കള്ളന്മാര് ഭരണപക്ഷത്തിരിക്കുമ്പോൾ കക്കാനും നക്കാനും ഇനി നടക്കില്ല. അതിനു വേണ്ടിയുള്ള ബില്ലിനെ വരെ എതിർക്കുന്ന ഈ പ്രതിപക്ഷത്തിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്?